സെവൻ ഇംഗ്ലീഷ് സിനിമകളൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് തോന്നുന്നു ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. ആ ഒരു സമയത്ത് മലയാളം സിനിമകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സുഹൃത്ത് സജസ്റ്റ് ചെയ്തിട്ടുള്ള നിർബന്ധമായും കണ്ടു നോക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ട ഒരു സിനിമയായിരുന്നു സെവൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ എത്ര കാലമായിട്ടും ഇത്രയും ഗംഭീര ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത്രയും എൻഗേജിങ്ങും അത്രയും ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു അത്. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് കൊലപാതകം നടത്തുന്ന ഒരു സൈക്കോ കില്ലറിൻ്റെ കഥയാണ് സെവൻ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. അസാധ്യമായിട്ടുള്ള ഡേവിഡ് ഫിഞ്ചറിൻ്റെ മേക്കിങ്ങും പിന്നെ എന്നും വാഴ്ത്തിപ്പാടുന്ന എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ് സെവൻ. നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടുപോകുക. ചിലപ്പോൾ ഇപ്പോൾ കാണുന്ന സമയത്ത് ഈ ട്വിസ്റ്റൊക്കെ എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നിരവധി സിനിമകൾ ഇറങ്ങിയത്. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ ക്ലൈമാക്സുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് 1995 ഇത് റിലീസായത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടുപോകുക. വേറെ ലെവലായിട്ടുള്ളൊരു ഫീലും പരിപാടിയൊക്കെ ആയിരിക്കും സിനിമ തരുന്നുണ്ടാവുക. ഇയർ വെച്ചിട്ട് ഒരിക്കലും കാണാതിരിക്കരുത്. അത്രയും ഗംഭീര സെറ്റപ്പിലാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ സിനിമ സൈലൻസ് ഓഫ് ദ ലാംബ്സ്. 1991 ഈ ചിത്രം പുറത്തിറങ്ങുന്നത്. ഇതും ഒരു സൈക്കോ കില്ലറിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഈ സിനിമേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്തക്കാലത്ത് അവർ ചെയ്തു വെച്ചിട്ടുള്ള ഈ കില്ലിങ് സെറ്റപ്പുകളൊന്നും ഇത്ര കാലമായിട്ടും ഒരു മലയാള സിനിമയ്ക്ക് പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് പോലും ആ ഒരു ലെവൽ ഓഫ് സാധനം പിടിക്കാൻ പറ്റിയിട്ടില്ല. അജാതി റേഞ്ചാണോ. പിന്നെ അതിൻ്റെ വില്ലൻ്റെ പ്രകടനവും എൻ്റെ മോനെ വേറൊരു മൂഡ് ഓഫ് സാധനമാണ്. സെവൻ വേറൊരു പാറ്റേൺ ആണ്, സൈലൻസ് ഓഫ് ലാംബ് വേറൊരു പാറ്റേൺ ആണ്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ, അതായത് ചാവുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് സൈലൻസ് ഓഫ് ലാംബ്. ഈ ചിത്രത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ എന്താ പറയുക, ഇപ്പോഴും ആ ഒരു കൊലപാതകങ്ങളും പരിപാടികളൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ആ ചില മൃതദേഹങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു എന്താ പറയുക, വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഫീലും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമ്മളെ നാവിലൊക്കെ ഇങ്ങനെ വെള്ളം പൊടിയാന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടുപോകുക. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലുണ്ട്. മൂന്നാമത്തത് സിക്സ്ത് സെൻസ്. സിക്സ്ത് സെൻസിനെ കുറിച്ചിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കോണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ 3 സിനിമകളെ കുറിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷെ സിക്സ്ത് സെൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു മലയാളി ഡയറക്ടർ ചെയ്തു വെച്ച മാരക പടം, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് പടം, ഇതാണ് സിക്സ്ത് സെൻസ്. ഇതിൻ്റെ ഒരു ക്ലൈമാക്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിനെ കുറിച്ചിട്ടോ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള ഒരുപാട് സിനിമകളുടെ ക്ലൈമാക്സ് ഇതിൽ നിന്ന് പ്രചോദനം കൊണ്ടതാണ്. ഏതൊരു മലയാളിക്കും തിളക്കണം രക്തം എന്ന് പറഞ്ഞതുപോലെ ഒരു മലയാളിയുടെ സിനിമ കണ്ട് ലോകമൊട്ടാകെ ഇൻസ്പയർ ആയിട്ട് അതേപോലെയുള്ള ക്ലൈമാക്സുകൾ ഉണ്ടാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അജാതി ലെവലിലുള്ള ഒരു സാധനമാണ് സിക്സ്ത് സെൻസ്. അതായത് ഒരു കുട്ടി പ്രേതത്തിനെ കാണുന്നതാണ് ചിത്രത്തിൻ്റെ കഥ പറയുന്നത്. ആ കുട്ടി മരിച്ച ആളുകളെ കാണുന്നു. ശേഷം ഈ സിനിമ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു ലെവലുണ്ട്. ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടുപോകുക. പിന്നെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയ 3 സിനിമകളും 91-ലും 95-ലും 99-ലും ഇറങ്ങിയിട്ടുള്ള സിനിമകളാണ്. ഇത് കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഇത് കണ്ടിട്ട് നോ പ്രോബ്ലം, നിങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ തോന്നണ്ട. പക്ഷെ യാഥാർത്ഥ്യം എന്തെന്നാൽ ഈ സിനിമേൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഇൻസ്പയർ ആയിട്ട് ആളുകൾ അതേപോലെ വേറൊരു പടം എടുത്തു വയ്ക്കും. നിങ്ങളത് പോയി കാണും. എന്നിട്ട് അത് കണ്ടതുകൊണ്ട് ഇതായില്ല, ഡോണ്ട് കെയർ. പക്ഷേ ക്ലാസിക്സ് ത്രില്ലേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യാതൊരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് പങ്കുവയ്ക്കുന്ന ഒരു നൈറ്റ് ഷ്യാമളൻ മാജിക് തന്നെയാണ് സിക്സ്ത് സെൻസ്. നാലാമത്തത് ഫൈറ്റ് ക്ലബ്. ഫൈറ്റ് ക്ലബിൻ്റെ ഒന്നാമത്തെ റൂള് ഫൈറ്റ് ക്ലബിനെ കുറിച്ച് സംസാരിക്കരുത് എന്നാണ്. നമ്മൾ ആദ്യം പരിചയപ്പെടുത്തിയിട്ടുള്ള സെവൻ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ തന്നെയാണ് ഈ ഫൈറ്റ് ക്ലബും ചെയ്തിട്ടുള്ളത്. ഫൈറ്റ് ക്ലബ് എനിക്ക് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈറ്റ് ക്ലബ്ബ് ശരിക്കും എനിക്ക് കംപ്ലീറ്റ്ലി ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ഒന്നുമല്ല പങ്കുവെച്ചത്. പക്ഷെ എന്നിട്ടും ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണം ഒരുപാട് പേരുടെ ഫേവറേറ്റ് പടമാണ് ഫൈറ്റ് ക്ലബ്ബ്. ഫൈറ്റ് ക്ലബ്ബ് കണ്ടപ്പോൾ എനിക്കൊരു ഓക്കെ സംഭവം കൊള്ളാം എന്നുള്ളൊരു, അല്ലാതെ വാവ് അല്ലെങ്കിൽ ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല.
ഇറ്റ്സ് ഓക്കെ. ചിലപ്പോൾ ഞാൻ കണ്ട മൂഡ് സ്വിങ്ങിൻ്റെ പരിപാടീൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. അത് വേറെ 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 ലെവലാണ്. അപ്പോൾ ഫൈറ്റ് ക്ലബ്ബ് കണ്ടിട്ട് നിങ്ങൾക്ക് ഫേവറേറ്റ് ഫൈറ്റ് ക്ലബ്ബ് ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ ലിസ്റ്റിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും സിനിമകളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ഏത് ജോണർ വൈസ് ആയിട്ട് ഒരുപാട് സിനിമകളുള്ള സാധനമാണ് വേണ്ടതെന്നുള്ളത് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ വീഡിയോന് ഒരു 2000 ലൈക്ക് കിട്ടുകയാണെങ്കിൽ, കിട്ടാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല, എന്നാലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഇതേപോലെ നിരവധി സിനിമകളുള്ള കോണ്ടൻസ് ഇടും. അപ്പോൾ അതെനിക്കൊരു പ്രോത്സാഹനമായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കും. സിക്സ്ത് സെൻസ് ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫൈറ്റ് ക്ലബ്ബ് ഉള്ളത് ആമസോൺ പ്രൈം വീഡിയോയിലാണ്. ത്രില്ലേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഡേവിഡ് ഫിഞ്ചറിനെ വിട്ടിട്ട് വേറൊരു പരിപാടി ഇല്ല കേട്ടോ. അടുത്തത് ഞാൻ പറയുന്നത് ഡേവിഡ് ഫിഞ്ചറിന്റെ തന്നെ വേറൊരു പടമാണ് ഗോൺ ഗേൾ. ഗോൺ ഗേൾ എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് കാലം മുമ്പ് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഞാനിത് ഒരാളോട് ചെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനൊരു പടമുണ്ട്, ഡേവിഡ് ഫിഞ്ചറാണ് സംവിധാനം ചെയ്തത്, നീ ഒന്ന് കണ്ടു നോക്കുമെന്ന്. അങ്ങനെ കണ്ടു നോക്കിയതാണ് എൻ്റെ സാറേ. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഗോൺ ഗേൾ അധിക പേരും ലാഗുണ്ട് അല്ലെങ്കിൽ ഒരു മൂഡില്ല എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കളയുന്നൊരു സാധനമാണ്. പക്ഷേ ഈ ഗോൺ ഗേളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ഫ്ലോയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് മഴമുണ്ട്, അല്ലെങ്കിൽ വേറൊരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതും അല്ലാത്തതാണ്. ഗോൺ ഗേൾ പോലെ ഒരു പടം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. അങ്ങനെ എന്താ പറയുക, എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? അതാണ് ഗോൺ ഗേൾ. അപ്പോൾ ഗോൺ ഗേൾ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ലോ പേസ് ത്രില്ലർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സ്ലോ ബേണിംഗ് ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രമാണ് ഗോൺ ഗേൾ. ഗോൺ ഗേൾ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഷട്ടിൽ ഐലൻഡ്, ഈ ഒരു സിനിമ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആണ്. എന്താ പറയുക, നമ്മുടെ കരിക്കത്തൊരു പാട്ടുണ്ടല്ലോ, പമ്പരം കറക്കിന് കറങ്ങി കറങ്ങി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, എന്താണെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് നടന്നു പോകുന്ന ഒരുത്തൻ്റെ തലയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടി തന്നാൽ എങ്ങനെയുണ്ടാവും, അതാണ് ഈ സിനിമേൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഡിക്കാപ്രിയോൻ്റെ കിടിലം പെർഫോമൻസും പരിപാടികളും ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും ത്രില്ലിങ്ങും, പിന്നെ ഇതിന് ഇൻസ്പയർ ആയിട്ട് അങ്ങനെയാണല്ലോ പറയാം, ഇതിന് ഇൻസ്പയർ ആയിട്ട് ഒരു സിനിമയൊക്കെ മലയാളത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക. വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സിനിമ പങ്കുവയ്ക്കുന്നത്. ഒരു കുറ്റാന്വേഷണം പരിപാടി അങ്ങനെയൊക്കെയുള്ള പോകുന്നൊരു സാധനമാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളൊരു വൈബിൽ പോയി ഇരുന്ന് കണ്ടാൽ മതി, വേറൊരു ലെവൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. വേറെ 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 ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ 2-3 വട്ടം കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് പ്രിസണേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഒരു കുട്ടിയെ കാണാതാവുന്നു, തുടർന്ന് ഒരു അച്ഛൻ്റെ ഒരു യാത്രയാണ് ചിത്രം പറയുന്നത്. പക്ഷേ ഈ സിനിമ കൊണ്ടുപോകുന്നൊരു മൂഡ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്. അതിനെ എന്താ പറയുക, ഓരോ നടീനടന്മാരും അഭിനയിച്ച് തകർക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലാണ്. പ്രിസണേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു ഒരു നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളോ ഒക്കെയാണ് വരിക. ആ ഒരു കുട്ടിയെ കാണാതായിട്ട് പോലീസുകാർ ഒരു ഭാഗത്തു നിന്ന് അന്വേഷിക്കുന്നു, പിന്നെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ അച്ഛനും അമ്മയും വേറൊരു ഭാഗത്തു നിന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടി കൊണ്ടുപോയിട്ട് എത്തുന്നൊരു റൂട്ടുണ്ട്. അതൊക്കെ തീരെ വിചാരിക്കാത്തൊരു ക്ലൈമാക്സിലാണ് ഈ ചിത്രം എത്തുന്നത്. അതിനോടൊപ്പം തന്നെ ചില കഥാപാത്രങ്ങളോട് നമുക്ക് സഹതാപം തോന്നും. അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു ഇൻസെൻറ്റീവ്സ് ഒക്കെ ചെയ്ത ഡയറക്ടറിൻ്റെ സിനിമയാണ്. അപ്പോൾ ഇത് ഈ ഒരു ലെവലിൽ എത്തിയിട്ടില്ലെങ്കിലല്ലേ ഉള്ള അത്ഭുതമുള്ളൂ. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് നല്ല സിനിമകൾ, ഹോളിവുഡ് മാത്രമല്ല കുറച്ച് നല്ല സിനിമകൾ കൂടി ഇതിൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്തതായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സിനിമ എന്ന് പറയുന്നത് ഓൾഡ് ബോയ്. അതായത് ഓൾഡ് ബോയ് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഒരു അപരാധം ഓൾഡ് ബോയും ഉണ്ട്, ഒരു മാരക ഓൾഡ് ബോയും ഉണ്ട്. അപരാധം ഓൾഡ് ബോയ് ഈ ഓൾഡ് ബോയിനെ റീമേക്ക് ചെയ്തു പോയിട്ട്
അത് അപരാധമായിട്ടുണ്ട്. അപ്പോൾ കൊറിയൻ ഓൾഡ് ബോയിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കൊറിയൻ ഓൾഡ് ബോയ് ഒരാളെ ഒരു ആവശ്യമില്ല വെറുതെ കൊണ്ടുപോയിട്ട് ഒരു 15 കൊല്ലം ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് തടവിലിരുത്തുന്നു. ഇയാൾക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കുന്നു. പക്ഷെ ഇയാൾക്ക് അറിയില്ല ഇയാൾ എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്നുള്ളത്. പുറലോകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇയാൾ അങ്ങനെ ജീവിച്ചു പോകുന്നു. 15 വർഷത്തിന് ശേഷം ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് നടക്കുന്ന പരിപാടിയാണ് എൻ്റെ മോനെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത്. മോസ്റ്റ് ഡിസ്റ്റർബിങ് ക്ലൈമാക്സുകളിൽ ഒന്നാണ് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ്. അതായത് ഈ ഒരു ക്ലൈമാക്സിന് വേണ്ടി മാത്രം നമുക്ക് ഈ ഒരു സിനിമ കാണാം. അങ്ങനെയുള്ള ഇപ്പോൾ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഓൾഡ് ബോയിൽ നിന്ന് ഇൻസ്പിറേഷൻ വന്നിട്ടാണ് ചെയ്തതെന്നുള്ളതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമായിട്ട് തോന്നിപ്പിക്കുന്ന കുറച്ച് ഫൈറ്റ് രംഗങ്ങളും ഉണ്ട്. അപ്പോൾ 2003 ഈ ഒരു ചിത്രം പുറത്തിറങ്ങുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ എന്താണെങ്കിലും മസ്റ്റ് ട്രൈ. വേറെ ലെവൽ സിനിമയാണ്. ഈ സിനിമകളൊക്കെ ഒരുപാട് കാണണം എന്നുള്ള ആഗ്രഹത്തോടെ എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത സിനിമയായിരുന്നു 7. അതിനുശേഷം സൈലൻസ് ഓഫ് ലാംബ് റെക്കമെൻഡ് ചെയ്തു. പിന്നെ മൂന്നാമതായിട്ട് ഒരു സിനിമയും കൂടി റെക്കമെൻഡ് ചെയ്തു. ഈ ഒരു സിനിമ കൂടി കണ്ടപ്പോഴാണ് ഇംഗ്ലീഷിലും അല്ലെങ്കിൽ അതർ ലാംഗ്വേജിലും അമിറ്റ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അത് നമ്മുടെ നോളേട്ടൻ്റെ പടമായിരുന്നു പ്രസ്റ്റീജ്. 2 മജീഷ്യൻസ് മത്സരിക്കുക, ആരായിരിക്കും പറ്റുക, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വളരെ നോർമലായിട്ട് പോകുന്ന ഒരു കഥ ക്ലൈമാക്സ് കൊണ്ടുപോയിട്ട് നമ്മളെ പിടിച്ചിട്ടുന്ന ഒരു ഇടലുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വാവ് ഫാക്ടർ ഉണ്ട്. അന്തം വിട്ട കുന്തം പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് നമ്മളുടെ നോളേട്ടൻ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ഡയറക്ടേഴ്സിന് മാത്രം തരാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാസ്റ്റ് എന്നൊക്കെ പറയുവാണെങ്കിൽ ഇടിവെട്ട് കാസ്റ്റ്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ ലെവൽ ആൾക്കാർ. എന്ത് രസമായിട്ടാണ് ഈ ഒരു സിനിമ അദ്ദേഹം എടുത്തതെന്ന് അറിയാവോ? എൻ്റെ ടോപ്പ് 10 ലിസ്റ്റിൽ, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇത്രയും കാലമായിട്ട് കണ്ടിട്ടുള്ള ടോപ്പ് 10 സിനിമകൾ അല്ലെങ്കിൽ ടോപ്പ് 10 ത്രില്ലേഴ്സിൽ ഉറപ്പായിട്ടും പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് എന്താണെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാവും. പ്രസ്റ്റീജ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഓൾഡ് ബോയ് എനിക്ക് പറയാൻ വിട്ടുപോയി, ഓൾഡ് ബോയ് ആമസോൺ പ്രൈമിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത്, ഈ ലോകത്ത് ഇങ്ങനെ മറ്റൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്താന്ന് വെച്ചാൽ ഇതേപോലെയുള്ളൊരു വേറൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല. സാക്ഷാൽ ലെജൻഡറി ഡയറക്ടർ നോളേട്ടൻ സംവിധാനം ചെയ്തിട്ടുള്ള മെമെന്റോ. നമ്മളുടെ ഗജിനിയൊക്കെ ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ വന്ന് മൂത്തിട്ടാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ 100% ഉറപ്പിച്ചു പറഞ്ഞു അതൊരു ഡീസന്റ് റീമേക്കാണ് ഗജിനി എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു സാധനം, അതായത് ഏകദേശം 25 കൊല്ലം മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സാധനം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ നമ്മൾ വെറൈറ്റി സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ പരിപാടി. ഇവിടെ ഒരു സിനിമ മൊത്തം റിട്ടേൺ വരിക. നമ്മളുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കോഴ്സിൽ ഇതിനെ പറ്റിയിട്ട് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെ നമ്മൾ പറയുന്നുണ്ട് ഈ സിനിമയെ കുറിച്ചിട്ട്. അതായത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നതിനൊരു സെറ്റപ്പ് 1, സെറ്റപ്പ് 2, സെറ്റപ്പ് 3 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ 2000-ലെ നോളം ബ്രേക്ക് ചെയ്തു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പുള്ളി ഇങ്ങനത്തെ ഒരു പരിപാടി ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ എന്താണെങ്കിലും മൊമെൻ്റോ കണ്ടു നോക്കുക. വെറൈറ്റി സിനിമകൾ ഇഷ്ടമാണെങ്കിൽ കണ്ടാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സിനിമ കാണുന്നതോടുകൂടി എന്നെ സബ്സ്ക്രൈബ് ചെയ്തത് അൺസബ്സ്ക്രൈബും ചെയ്ത് അൺഫോളോയും ചെയ്ത് ആ വഴിക്കൊരു പോക്ക് പോകും. അപ്പോൾ കണ്ടു നോക്കുക, ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ മൊമെൻ്റോ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഇൻസെപ്ഷൻ. അപ്പോൾ ലിസ്റ്റിലേക്ക് ഇങ്ങനെ ഓരോരുത്തരായിട്ട് കയറി വരട്ടെ. അപ്പോൾ നോളേട്ടൻ്റെ പടം തന്നെയാണ് ഇൻസെപ്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻസെപ്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോളൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിനെ, അല്ലെങ്കിൽ നോളൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇൻ്റർസ്റ്റെല്ലാറാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ നോളൻ എന്ന് പറയുന്ന ഒരു സംവിധായകനെ അറിയുന്നത് ഇൻസെപ്ഷനിലൂടെയാണ്. ഇൻസെപ്ഷൻ ഒരുപാട് വട്ടം കണ്ട് അതിനെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യം എന്തോ കിട്ടുന്ന മാതിരിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ മലയാളികൾക്ക്. ഇന്നത്തെ കാലത്ത് ഒരുപാട് സിനിമകൾ പോപ്പുലറായി. അന്ന് വളരെ ഒരു ചെറിയ പാറ്റേൺ ഓഫ് ആളുകൾ മാത്രമേ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇൻസെപ്ഷനെ കുറിച്ച് വാർത്ത വരാതെ
എന്തൊക്കെയോ മനസ്സിലായിട്ട് ഇതങ്ങനെയൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് 90 കിഡ്സിന് ഒന്നുകൂടി കണക്റ്റ് ആവും. 2K കിഡ്സിന് അത് മനസ്സിലാവാൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇൻസെപ്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, സ്വപ്നം, അതിൻ്റെ ഉള്ളിൽ വേറെ സ്വപ്നം, അതിൻ്റെ നമുക്കൊരു സ്റ്റോറി, അതിൻ്റെ ഒരു കഥ എന്താണെന്ന് വരെ പറഞ്ഞു കൊടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇൻസെപ്ഷൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയാണ് ഇൻസെപ്ഷൻ. അപ്പോൾ എന്താ പറയുക, വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന നോളൻ്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ഇൻസെപ്ഷൻ. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡേവിഡ് ഫിഞ്ചറിൻ്റെ വളരെ അണ്ടർറേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ സിനിമയാണ് സോഡിയാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റിയൽ സംഭവം, അതായത് കാലഘട്ടം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്നാൽ പോലും ഞാൻ ഒരുപാട് വർഷം മുമ്പാണ് ഈ സിനിമ കാണുന്നത്. ഒരു ടൈം ഓഫ് പീരീഡിൻ്റെ അകത്ത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്തിട്ടുള്ള ഒരു സൈക്കോ കില്ലറിൻ്റെ കഥയാണ് ഈ സോഡിയാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ പങ്കുവയ്ക്കുന്നത്. ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ്. ഈ സിനിമ എന്ന് പറയുന്നത് വളരെ പതുക്കെ തുടങ്ങി പതുക്കെ മുന്നോട്ട് പോകുന്ന ഒരു കഥാരീതിയും പരിപാടിയൊക്കെയാണ് ഈ സിനിമ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന ഒരു രീതിയിലല്ല, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇത് വർക്കായിട്ടില്ല. ഈ ഒരു പടം ലാഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയതാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ ആ ഒരു 7 കാര്യങ്ങളൊക്കെ കണ്ട് ഡേവിഡ് ഫിഞ്ചർ എന്ന് പറയുന്ന ഒരു സംവിധായകനെ മനസ്സിലാക്കി അയാളുടെ എല്ലാ പടങ്ങളും ഇരുന്ന് കാണുന്നൊരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിനാണ് ഈ സിനിമ എൻ്റെ ശ്രദ്ധയിലേക്ക് വിടുന്നത്. ഞാൻ പറയാമല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കിട്ടില്ലൻ എക്സ്പീരിയൻസ് പങ്കുവച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു സോഡിയാക്ക് ഇപ്പോൾ നിലവിൽ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടു നോക്കുക. അടുത്തത്, ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ട് ഇന്നും ആളുകൾക്ക് ഇൻസ്പിറേഷൻ അടിച്ച് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗംഭീര പടമാണ് ദ ഗെയിം എന്ന് പറയുന്നത്. കളി എന്ന് പറഞ്ഞാൽ ആ കളിയല്ല, ഈ കളി ഒരു കളി, വളരെ രസകരമായിട്ടുള്ള സ്ക്വിഡ് ഗെയിം പോലെയുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു കളി. സിനിമ ഒരുപാട് മുമ്പെയാണ് കാണുന്നത്. എനിക്ക് സ്റ്റോറി ടെല്ലിങ്ങോ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എനിക്കതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോഴും എൻ്റെ തലയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നോ സംഭവം, നമുക്ക് അങ്ങനെ ഒരു ഫീല് വരുമല്ലോ. അപ്പോൾ ആ ഒരു ഫീലിലേക്കാണ് ഈ ഒരു സംഭവം എത്തിച്ചത്. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് പങ്കുവെച്ചത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ഒരു ക്ലൈമാക്സ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും, അതായത് ഇപ്പോൾ ഒരു 7 പോലെയോ അല്ലെങ്കിൽ സൈലൻസ് ഓഫ് ലാംബ് പോലെയോ ഇൻസെപ്ഷൻ പോലെയോ ഒന്നും ചർച്ച ചെയ്യാൻ പെടാത്ത വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ദ ഗെയിം. പിന്നെ ഈ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള, ഞാൻ കണ്ടിട്ടില്ലാത്ത പക്ഷേ എനിക്ക് ഒരുപാട് പേര് കാണണം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ. ഈ അതേഴ്സ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഒരു ത്രില്ലർ കാറ്റഗറി അല്ല, ഒരു ഹൊറർ മൂഡിൽ ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് ആണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഞാൻ ഉള്ളത് പറയാമല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ച് ഉറങ്ങി പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ പിന്നെ പകുതി വെച്ച് നിർത്തിയതാണ്. പക്ഷേ ഞാൻ എന്താണെങ്കിൽ റീവാച്ച് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് അതേഴ്സ് കാണാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അതേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷേ നല്ലൊരു സിനിമ, പക്ഷേ എന്താ പറയുക, ഒരു നല്ല രീതിയിലൊരു മിസ്റ്ററി ഹൊറർ എലമെൻറ്റ് ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഉറങ്ങിപ്പോയി. അപ്പോൾ അതേഴ്സ് ആമസോൺ പ്രൈം വീഡിയോയിലാണ് വരുന്നത്. അടുത്തത് ഇൻറ്റർസ്റ്റെല്ലാർ. ഒരു സിനിമയെ പറ്റിയിട്ട് 5ൻ്റെ ഒരു സംഭവം അറിയില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് വരുവാണെങ്കിൽ അയാൾ എന്താണ് സിനിമ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്ന സിനിമ ഇതായിരിക്കും. അതാണ് ഇൻറ്റർസ്റ്റെല്ലാർ. ഒരു സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയ്ക്ക് നമ്മൾ ഇത്രത്തോളമൊക്കെ എന്താ പറയുക, ഇത്രത്തോളം അടുപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ എത്ര ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ദൃശ്യവിസ്മയം കൊണ്ട് ഞെട്ടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ പോലും സാധ്യതയില്ലാത്തൊരു സംഭവം റിയൽ ആണെന്ന് വിശ്വസിപ്പിക്കുക, അസാധ്യമായിട്ടുള്ള BGM-ഉം ടെക്നിക്കൽ ക്വാളിറ്റിയും എല്ലാം നിറഞ്ഞു നിൽക്കുക, നമ്മളെ കരയിപ്പിക്കുക. ഇതൊക്കെ ഒരു പക്ഷേ ഇൻറ്റർസ്റ്റെല്ലാറിന് മാത്രം സാധിക്കുന്ന സംഭവമായിരിക്കും. എൻ്റെ ടോപ്പ് 10, അതായത് ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, അതിൽ ടോപ്പ് 10 ലിസ്റ്റിൽ
ഇടം പിടിച്ചിട്ടുള്ള സിനിമയാണ് ഇൻ്റർസ്റ്റെല്ലാർ. കണ്ടു നോക്കുക. കാണാത്തവരാരും ഉണ്ടാവില്ല. ഇപ്പോൾ റിലീസും കൂടി അടുത്ത് ചെയ്തായിരുന്നു. പക്ഷേ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. സംഭവം മുത്താണ്. ഇൻ്റർസ്റ്റെല്ലാർ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടുപോകുക. ഇനി നെക്സ്റ്റ് ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അമേരിക്കൻ സൈക്കോ. ഇപ്പോൾ കുറച്ച് സിഗ്മ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്ത് ഇങ്ങനെ കളിക്കുന്ന ഓരോ സാധനങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ ഭൂരിഭാഗം പേരും ആ സിനിമ കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ സാധനം വന്നിട്ടുണ്ടാവും. അപ്പോൾ അമേരിക്കൻ സൈക്കോ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു വൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ നല്ല വയലൻസ് ഉള്ള, നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ഒരു സൈക്കോപാത്ത് എന്താണ് ആ ഒരു പരിപാടിയാണ് അമേരിക്കൻ സൈക്കോ. ഞാൻ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാതെ നമ്മുടെ ക്രിസ്ത്യൻ ബെയിലിൻ്റെ അഭിനയവും പരിപാടികളും കാര്യങ്ങളും അയാൾ കൊല ചെയ്യുന്ന രീതികളും അയാൾക്കുണ്ടാവുന്ന ബാക്കിയുള്ള പരിപാടികളും ഒക്കെ ഞാൻ അസാധ്യമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ സൈക്കോ എന്ന് പറയുന്നത് എല്ലാവർക്കും ദഹിക്കുന്ന ഒരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാട്ട ത്രില്ലർ എന്ന് പറഞ്ഞ മൂഡിലൊന്നും എല്ലാ സാധനവും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു പതുക്കെ സംഭവം ട്രാക്കിലേക്കായിട്ട് വേറെ രീതിയിൽ ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്തോ അതല്ലാതെ അല്ല. പക്ഷേ എന്താണെങ്കിലും ഈ സാധനം വേറെ ഒരു ലെവൽ സാധനമാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. 2000 ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മുടെ ക്രിസ്ത്യൻ ബെയിലിൻ്റെ തന്നെ ദ മിഷനിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കാണുന്നില്ല, വിക്രം ഇങ്ങനെ മെലിഞ്ഞു, ഇങ്ങനെ തടി കുറച്ചു, ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, ഓരോ നടന്മാരുടെ ഡെഡിക്കേഷൻസ്, അവരതിനു വേണ്ടി ഇത്ര മെലിഞ്ഞു, ജയസൂര്യ എത്ര എഫേർട്ട് ഇട്ടു എന്നൊക്കെ പറയുന്നില്ല. ഇവർക്കെല്ലാവർക്കും ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു താരമായിരുന്നു ക്രിസ്ത്യൻ ബെയിൽ. അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി 2 മണിക്കൂറോ 3 മണിക്കൂറോ മാത്രം ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അയാൾ കളിച്ചിരുന്നത് കോഫിയും പിന്നെ ആപ്പിളും അങ്ങനെ എന്തൊക്കെയോ സംഭവമായിരുന്നു. അതായിരുന്നു ആളുടെ ആകെ ഭക്ഷണം. ഉറക്കമില്ലാതെ വിളിഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ സംസാരിക്കുന്നത് ഉറങ്ങാൻ കഴിയാത്തൊരു മനുഷ്യനെ കുറിച്ചിട്ടായിരുന്നു. അതിൽ അയാളുടെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിലൊക്കെ നമുക്ക് വന്നു പോകും. അത്രയും ഭീകരമായിട്ടാണ് അയാളതിൽ അത്രയും ഡെഡിക്കേഷനിലൂടെയാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ്റ്ററിയും ഒരു ഡ്രാമയും കുറച്ച് ത്രില്ലിങ്ങും കുറച്ച് ഹൊറർ എലമെൻറ്റുകളും, ചില സീൻസൊക്കെ നമുക്ക് പേടിയാന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുകയല്ല, ഇങ്ങനെ ഒരു പേടി ഇങ്ങനെ നിറയ്ക്കുന്ന ഒരു സെറ്റപ്പിലൊക്കെയാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ പറയേണ്ട ആവശ്യമുണ്ടോയെന്നറിയില്ല, ദ ഡാർക്ക് നൈറ്റ്, നമ്മുടെ നോളേട്ടൻ്റെ അടുത്ത പടം. മാർവൽ ഫാൻ ആയിക്കോട്ടെ, DC ഫാൻ ആയിക്കോട്ടെ, ഏത് ഫാനാണെങ്കിലും ഈ ഒരു ഡാർക്ക് നൈറ്റ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഇവർക്കെല്ലാവർക്കും ഇഷ്ടമുള്ള, അതായത് മാർവൽ ഫാൻസിന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഈ ഡാർക്ക് നൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് എന്താ പറയുക സാധനങ്ങൾ ഇങ്ങനെ പറയുന്നില്ല. ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞ ഒരു സിനിമയാണ്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണുക. 3 പടം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് കാണുക. കണ്ടിട്ടില്ലെങ്കിൽ തീരാ നഷ്ടമാണ്. ചാവുന്നതിൻ്റെ ഇടയിലും കണ്ടിരിക്കണം മിസ്റ്റർ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സിനിമാ സ്നേഹിയാണ്. അപ്പോൾ കണ്ടു നോക്കുക കേട്ടോ. നോ കൺട്രി ഫോർ ഓൾഡ് മാൻ. അമേരിക്കയിൽ ഒരുപാട് സിനിമ സൈക്കോകളുണ്ടല്ലോ, സിനിമയിൽ സൈക്കോ ആയിട്ട് അഭിനയിച്ച കഥാപാത്രങ്ങൾ. ഇവരുടെ എല്ലാവരുടെയും ഡാറ്റ ശേഖരിച്ച് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ കൂടിയിട്ട് ഒരു റിസർച്ച് സംഘടിപ്പിച്ചു. ആരാണ് ഏറ്റവും കൂടുതൽ ഒരു സൈക്കോപാത്ത്, അതായത് ഒരു സൈക്കോപാത്തിൻ്റെ ബിഹേവ്സ് ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ഈ അഭിനയിച്ചവരിൽ ആർക്കാണ് വരുന്നത് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു റിസർച്ച്. അങ്ങനെ ആ ഒരു റിസർച്ചിൽ വന്നിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നോ കൺട്രി ഫോർ ഓൾഡ് മാൻ എന്ന് പറഞ്ഞ അതിലെ കഥാപാത്രത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു സൈക്കോപാത്തുകളുടെ ബിഹേവിങ്ങിൽ വളരെയധികം പെർസെൻറ്റേജ് കൂടുതലുള്ളത് ഇയാൾക്കായിരുന്നു. നോ കൺട്രി ഫോർ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരു സിനിമയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ പഴയ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ടൈപ്പ് മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു പാലുകൂടി മാറാത്ത പയ്യനും പിന്നെ പണത്തിൻ്റെ പിന്നാലെ നടക്കുന്നൊരു ചങ്ങാതിയും അങ്ങനെയൊക്കെ പലരും പല രീതിയിൽ നമ്മൾ
ഇതിൽ ആരാണ് വില്ലൻ, ആരാണ് നായകൻ എന്നൊന്നും മനസ്സിലാവാതെ ആ ഒരു രീതിയിൽ പോകുന്നൊരു സാധനമാണ് നോ കൺട്രി ഫോർ ഓൾഡ് മാൻ. 2007 ഈ ചിത്രം റിലീസായിട്ടുള്ളത്. ചിത്രം ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും മച്ചാനെ കണ്ടു നോക്കുക, കിട്ടില്ല സിനിമയാണ്. അടുത്തത് LA കോൺഫിഡൻഷ്യൽ. 1997 ഈ ഒരു ചിത്രം ഇറങ്ങുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ, ഫസ്റ്റ് വാച്ചിൽ ഞാൻ പച്ചയ്ക്ക് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഉറക്കം തൂങ്ങിയിട്ട് ഒരു രക്ഷയും ഇല്ലാതെ ഞാനിതെൻ്റെ കുറച്ച് സുഹൃത്തുക്കളോട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് എന്നെ കളിയാക്കി. അങ്ങനെ ഏകദേശം ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പാണ് ഈ സാധനം ഞാൻ വീണ്ടും കാണുന്നത്. അന്ന് എന്തോ ഒരു മൂഡ് സ്വിങ്ങിൻ്റെ പ്രശ്നമായിരുന്നു, പക്ഷേ പിന്നീട് കണ്ടപ്പോൾ എനിക്ക് ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ 1997 ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതിൽ നിന്ന് കോപ്പി അടിച്ച് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വരാം. പക്ഷേ നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ വേറൊരു ലെവൽ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ളൊരു പാറ്റേണിലുള്ളൊരു സാധനമാണിത്. അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഈ ഒരു പാറ്റേണിലൊക്കെയാണ് ഈ ഒരു സിനിമ പോകുന്നത്. അപ്പോൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഡോൺ ബ്രീത്ത്. ഞാൻ ഈ സിനിമയെക്കുറിച്ച് അറിയുന്നത് ഞാനും എൻ്റെ സുഹൃത്തും ബേപ്പൂര് പുളിമൂട് എന്ന് പറയും. അവിടെ നമ്മൾ വെറുതെ ഒരു വൈകുന്നേരം ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് അവനൊരു സിനിമാ കഥ പറഞ്ഞു. 3 കള്ളന്മാർ ഒരു കണ്ണുവട്ടൻ്റെ വീട്ടിലേക്ക് കയറുന്നു. ഈ കണ്ണുവട്ടനാണെങ്കിൽ പണ്ടത്തെ എക്സ് മിലിറ്ററി, ഫൺ സീന്, പിന്നെ അറഞ്ചം പറഞ്ചം കളിയാണെന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ കഥ പറഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, നീ നിർത്ത്, ഞാൻ പോയി കാണട്ടെ എന്ന്. അങ്ങനെയാണ് ഈ ഡോൺ ബ്രീത്ത് ഞാൻ കാണുന്നത്. ഡോൺ ബ്രീത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനത്തെ ത്രെഡൊക്കെ ആളുകളുടെ തലയിൽ വരുന്നത്, അത്തരത്തിലുള്ള ഒരു കിടിലൻ സാധനമാണ് ഈ ഡോൺ ബ്രീത്ത് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ഓരോ മൊമെൻറ്റിലും ത്രില്ലടിച്ച് ആ സന്മനസ്സുള്ള അപ്പൂപ്പൻ ചെയ്ത് കൂട്ടുന്ന പ്രവർത്തികൾ കാണുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് ഡോൺ ബ്രീത്ത് എന്ന് പറയുന്നത്. വളരെ പോപ്പുലറായിട്ടുള്ള സിനിമയാണ്, ഭൂരിഭാഗം പേരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് പാർട്ട് തന്നെ കാണുമോ? എനിക്ക് ഫസ്റ്റ് പാർട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. തേർഡ് വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റാണോ സെക്കൻഡാണോ ഏതാണ് ഡോൺ ബ്രീത്തിൽ ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ ലൈക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ഇടും കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഒരു ലൈക്കല്ലോ, ഒരു ഞെക്കലല്ല, എന്ന് ഞെക്ക്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡോൺ ബ്രീത്ത് ഇപ്പോൾ അവൈലബിൾ ആയത് നെറ്റ്ഫ്ലിക്സിലാണ്. അടുത്തത് ദ മിസ്റ്റ്. മിസ്റ്റ് എന്ന് പറയുന്ന സിനിമ, ഇതിൻ്റെ ക്ലൈമാക്സിനെ പറ്റിയിട്ട് ഒരു വലിയൊരു ഓഡിയൻസിന് ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള സിനിമയാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് വലിയൊരു ഓഡിയൻസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അങ്ങനെ തോന്നിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കേണ്ട കേസ് ഇല്ലല്ലോ. അപ്പോൾ നല്ല സിനിമ എന്നുള്ള ലിസ്റ്റിൽ ഒരുപാട് പേര് എന്നോട് റെക്കമെൻഡ് ചെയ്തതും എന്നോട് വാദിച്ചതുമായിട്ടുള്ളൊരു സാധനമാണ് ദ മിസ്റ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതും കൂടി ഇതിൽ അഡീഷണലി ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു പോകുക. അപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റിൻ്റെ ക്ലൈമാക്സ് നോക്കായോ എന്താണെന്നുള്ളത് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യടോ എന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ലവ് ചിഹ്നെങ്കിലും ഇട്ട് കൊണ്ടുപോവാ. മിസ്റ്റ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് പാരനോർമൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു CCTVയിൽ കാണിക്കുന്ന കുറേ വിഷ്വൽസ് അത് നമ്മളെ പേടിപ്പെടുത്തുക. അതായത് എനിക്ക് തോന്നുന്നു വളരെ തുച്ഛമായിട്ടുള്ള അമേരിക്കയിൽ, അതായത് ഒരു മൂവി ഇറങ്ങി ഒരു 400-500 മടങ്ങ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൊരു സിനിമയായിരിക്കും ഈ പാരനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന സിനിമ. എനിക്ക് തോന്നുന്നു വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടിനാണ് ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളൊരു CC ക്യാമറയിൽ എന്താണോ കാണുന്നത് അതിനെ നമുക്ക് എങ്ങനെ ഹൊററായിട്ട് ഇതാക്കാം എന്നുള്ളതാണ് ഈ ഒരു സിനിമ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു സിനിമയിൽ നിന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 4-5 പാർട്ടുകൾ ഇറങ്ങി. അപ്പോൾ നിങ്ങളൊരു ഹൊറർ ഫാൻ ആണെങ്കിൽ യാതൊരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറി പെടുന്ന ഒരു സിനിമ തന്നെയാണ് പാരനോർമൽ ആക്ടിവിറ്റി. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലത്തെ പയ്യന്മാരെ കണ്ടാൽ എന്നെ പിടിച്ചിപ്പോൾ തല്ലും. ഇൻസെൻറ്റീവ്സ്, ഞാൻ ഇതിനെ കുറിച്ചിട്ട് 4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊരു സാധനം പറയുമ്പോൾ എങ്ങനെയാണ് ഇത് പറയാതിരിക്കുക? ഈ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് മെയിൻലി ഫോളോ ചെയ്യുന്നത് ഒരു ഡ്രാമ കാറ്റഗറിയിലാണ്. പക്ഷേ ഇതൊരു ത്രില്ലർ സ്വഭാവം കൂടിയുള്ള ഒരു സിനിമയാണ്. വൺ ഓഫ് ദ ഫൈനസ്റ്റ് എന്നല്ല, വൺ ഓഫ് ദ ഡിസ്റ്റർബിങ് ക്ലൈമാക്സ് ഉള്ള സിനിമകളിൽ ഒന്നാണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്.
ഇതിൽ നിന്ന് ഇൻസ്പിറേഷൻ മൂത്തിട്ട് മലയാളത്തിൽ കഴിഞ്ഞ വർഷം വരെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, തമിഴിൽ ഈ വർഷം ഒരു സിനിമ തമിഴിലും കഴിഞ്ഞ വർഷം തന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, വളരെ പോപ്പുലറായിട്ടുള്ളൊരു സിനിമ. എന്നിട്ട് ഈ സിനിമ കണ്ടിട്ട് എൻ്റെ ഇൻസെൻറ്റീവ്സിൻ്റെ റിവ്യൂ കണ്ടിട്ട് ഈ സിനിമ ആദ്യം കണ്ടു, ശേഷം ഇന്ത്യൻ ഇൻസെൻറ്റീവ്സ് രണ്ടാമത് കണ്ടിട്ട് ഒരുത്തൻ എന്നോട് വന്ന് പറഞ്ഞു ഈ സിനിമയുടെ ക്ലൈമാക്സ് അല്ലേ അവർ കോപ്പി അടിച്ചില്ലേന്ന്. അതായത് 2010 ഇറങ്ങിയിട്ടുള്ള ഈ സിനിമ 2025 ഇറങ്ങിയ സിനിമയുടെ ക്ലൈമാക്സ് കോപ്പി അടിച്ചു എന്ന്. അപ്പോൾ എന്താ പറയുക, ഇൻസെൻറ്റീവ്സ് വേറൊരു ലെവലായിട്ടുള്ളൊരു മാസ്റ്റർ പീസാണ്. സജസ്റ്റ് ചെയ്യുന്നു, കാണുന്നതും കാണാത്തതും നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ ഒരു സാധനം ഒരു വട്ടമേ കാണാൻ പറ്റുള്ളൂ, വീണ്ടും വീണ്ടും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം റീല് പറഞ്ഞ കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. ഭൂരിഭാഗം ആളുകളും സെർബിയൻ ഫിലിമും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് വളരെയധികം റിസ്ക് എടുത്തിട്ടാണ്. ആ ഒരു റിസ്ക് നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സിൽ എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഷുവർ ഷോട്ടാണ്, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു അസാധ്യ സിനിമയാണ്. അപ്പോൾ ഇൻസെൻറ്റീവ്സ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ സിനിമ ഒരു വല്ലാത്ത മാരകമാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷെ നേരെ മറിച്ച് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഐ ആം ലെജൻഡ്. നമ്മുടെ വിൽ സ്മിത്തൊക്കെ തകർത്ത് അഭിനയിച്ച ഒരു സംഭവം. അതായത് ഒരു സിറ്റിയിൽ ഇയാൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, ഇയാളും ഇയാളുടെ ഒരു നായക്കുട്ടിയും. വളരെ പോപ്പുലറായിട്ടുള്ളൊരു സിനിമയാണ്. അതായത് ഒരു സോംബി പരിപാടിയൊക്കെയാണ് സിനിമ പിടിച്ചിട്ടുള്ളത്. അതായത് അമേരിക്കയിൽ ഇയാൾ മാത്രം, ബാക്കിയുള്ള എല്ലാവരും മരണപ്പെട്ടു. ഭയങ്കര രസത്തിൽ കൊണ്ടുപോകുന്ന ഒരു കിടിലൻ ക്ലൈമാക്സ് ഒക്കെയുള്ള ഒരു ഗംഭീര സാധനമാണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും കണ്ടു നോക്കുക ഐ ആം ലെജൻഡ് എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ഈ അടുത്തിറങ്ങിയിട്ടുള്ള സീരീസ് ഉണ്ട് ദ ലാസ്റ്റ് ഓഫ് അസ് അല്ലെങ്കിൽ ആലിസ് ഇൻ ബോർഡർലാൻഡ്. ഈ സംഭവത്തിൻ്റെ ഒക്കെ വിഷ്വൽ കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നത് ഐ ആം ലെജൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വിൽ സ്മിത്തിൻ്റെ ഈ സിനിമയാണ്. ഷുവർ ഷോട്ടായിട്ട് അവർക്കൊക്കെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു സാധനത്തിൽ നിന്ന്. അപ്പോൾ അസാധ്യ ക്വാളിറ്റിയിൽ ഭയങ്കര രസമുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ മാരകം അല്ലെങ്കിൽ വേറെ ലെവൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ സംഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നേരത്തെ നിങ്ങളോട് പറഞ്ഞു മൊമെൻ്റോ പോലെയുള്ളൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളൊരു സംഭവം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു. അതേപോലെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമയാണ് അടുത്തത്. ഇത് നമ്മുടെ കുബ്രിക്കണ്ണനാണ് ഈ ഒരു സാധനം ചെയ്തിട്ടുള്ളത്. സിനിമയുടെ പേര് ഐസ് വൈറ്റ് ഷെഡ്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഇലുമിനാറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു സിനിമയാണ്. ഈ സിനിമ റിലീസാവുന്നതിന് 4 ദിവസം മുമ്പോ 4 ദിവസത്തിന് ശേഷമോ അങ്ങനെ എന്തോ ആയിട്ട്, അല്ല റിലീസാവുന്നതിന് ഒരു 4 ദിവസം മുമ്പ് ഇതിൻ്റെ സംവിധായകൻ മരണപ്പെടുന്നു. അതായത് ഇലുമിനാറ്റിയെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന വല്ലാത്തൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു മൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ കണ്ട് തന്നെ അനുഭവിക്കണം. ഞാനിതൊക്കെ പറഞ്ഞു വിചാരിച്ച് ചാടി കയറി പോയി കാണണ്ട. ഇത് 18+ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഒരുപാട് ന്യൂഡിറ്റി പരിപാടികളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫിലിം ലവ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ സിനിമേനെ അഗാധമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. നേരെ മറിച്ച് സിനിമ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സിനിമ കണ്ടാൽ മതി, എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടാൽ മതി, എനിക്ക് സിനിമ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിത് കാണണമെന്ന് ഞാൻ യാതൊരു നിർബന്ധം പറയില്ല. പക്ഷെ നേരെ മറിച്ച് ഡൈ ഹാർഡ് ഫിലിമിനെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം, എല്ലാത്തരം സിനിമകളും കാണണം, ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടു നോക്കുക. നിങ്ങളിങ്ങനെ വണ്ടറടിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഡികാപ്രിയോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ റെവനൻ്റ് പറയും, അല്ലെങ്കിൽ ടൈറ്റാനിക് പറയും, അല്ലെങ്കിൽ ഷട്ടർ ഐലൻഡ് പറയും, ഇൻസെപ്ഷൻ പറയും. ഇങ്ങനെയൊക്കെ സിനിമകൾ പറയുമെങ്കിലും ഇതിൽ എല്ലാത്തിലും അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയുണ്ട്. അതാണ് ബ്ലഡ് ഡയമണ്ട്. ബ്ലഡ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു ഒരു പ്യുവർ ജമ്മാണ്. അത് അണ്ടർ റേറ്റഡ് കാറ്റഗറിയിലാണ് പെടുന്നത്. 2006 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. വളരെ രസമുള്ള ഒരു സ്റ്റോറിയാണ് ഈ ഒരു സംഭവം പറയുന്നത്. ഒരു ഡയമണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കഥയും പരിപാടികളൊക്കെയാണ് ഇതിൽ വരുന്നത്. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു ചിത്രം സമ്മാനിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ സിനിമ കാണുന്ന സമയത്തും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, അതായത് ഡികാപ്രിയോൻ്റെ ഒരു വാഴ്ത്തി പാടേണ്ട ഒരു സിനിമയായിരുന്നു ഇത്. പക്ഷേ എന്തുകൊണ്ടോ
ചിലപ്പോൾ ഭൂരിഭാഗം പേരും ഇത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെങ്കിലും താഴെ പങ്കുവയ്ക്കുക. ആളുകൾ അറിയട്ടെ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യം. ഒരുപാട് പേർക്ക് ഇടയിൽ സംസാരമായിട്ടുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ആളുകൾ പറയുന്ന അല്ലെങ്കിൽ കിളി പറത്തുന്ന സിനിമകളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ മെൻഷൻ ചെയ്യുന്ന ഒരു സിനിമയാണ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കപ്പൽ കുടുങ്ങി പോകുന്നു, അവിടെ ഒരു നിഗൂഢമായിട്ടുള്ള ഒരാൾ അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു, പിന്നെ ഈ സാധനം അങ്ങോട്ടേക്ക് കത്തിയൊരു പോക്കുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ലൂപ്പ് അങ്ങനെയുള്ള പരിപാടികൾ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ കാണാത്തവർ വളരെ കുറവായിരിക്കും, പക്ഷെ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടുപോകുക. ട്രയാങ്കിൾ കിട്ടില്ല സാധനമാണ്. അതായത് മൈൻഡ് ബ്ലെൻഡിങ് സിനിമകളിൽ അടിപൊളി ഒരു ഓപ്ഷനാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ആമസോൺ പ്രൈം വീഡിയോയിലാണ് ട്രയാങ്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് വളരെ പോപ്പുലർ ആയിട്ടുള്ള അടുത്തൊരു സിനിമയാണ് ഓർഫൺ എന്നാണ് സിനിമയുടെ പേര്. ഓർഫൺ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ ത്രില്ലർ എക്സ്പീരിയൻസ്. എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ്, ഒരു ക്ലൈമാക്സിലൊരു പ്ലോട്ട് ട്വിസ്റ്റ് വരുന്നുണ്ട്. ക്ലൈമാക്സ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലോട്ട് ട്വിസ്റ്റ്. എങ്ങനെയാണ് എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ചിന്ന ക്യൂട്ടായിട്ടുള്ളൊരു കൊച്ചു കുട്ടിയുണ്ട് അതിൽ. ആ ഒരു കൊച്ചു കുട്ടി എന്ന് പറയുന്നത് തങ്കം തങ്കം അങ്ങനെയുള്ളൊരു കൊച്ചു കുട്ടിയുണ്ട്. ആ കൊച്ചു കുട്ടീനെ ഒരു ദത്തുപുത്രിയാണ്. അതായത് ദത്തെടുത്തൊരു ഫാമിലി ഈ കുട്ടീനെ ഇങ്ങനെ കൊണ്ടുവരിക. നന്മയുടെ വിലനിലവാണ് അങ്ങനെ എന്തൊക്കെ പറയില്ലേ, അതായത് ആ അമ്മ ആ കുട്ടി. എൻ്റെ മോനെ, ഈ കുട്ടി ചെയ്ത് കൂട്ടുന്ന കുരുത്തക്കേട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, കൊച്ചു കുട്ടികൾ ചെയ്യുന്ന കുരുത്തക്കേടുകൾ. ചുമരിൻ്റെ മേലെ വരയിടും, സാധനങ്ങൾ അലങ്കോലമാക്കി വെക്കും. ഇതൊക്കെയാണ് നമ്മൾ കരുതുന്ന വികൃതികൾ. പക്ഷേ ഈ വികൃതികൾ നമ്മൾ കണ്ടു തന്നെ അനുഭവിക്കണം. ഓർഫൺ എന്ന് പറയുന്നത് ഒരു ഹൊറർ ത്രില്ലർ എക്സ്പീരിയൻസ് ആണ് പങ്കുവയ്ക്കുന്നത്. കിടിലം പടം. രണ്ടാമത്തെ സാധനം ഇറക്കി പൊട്ടിച്ച പടം. അപ്പോൾ ഓർഫൺ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പാർട്ട് പോയി കാണുക, സെക്കൻഡ് പാർട്ട് പോയി കാണണ്ട. ഇത് എന്താ പറയുക, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുവാണെങ്കിൽ സ്പോയിലറായി പോവും. ആ ഒരു സ്പോയിലറായി കഴിഞ്ഞാൽ ഇത് കാണാനുള്ളൊരു രസം പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കണ്ടു നോക്കുക. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓർഫൺ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസിക്കാണ് 12 മങ്കി എന്നാണ് ഈ സിനിമേൻ്റെ പേര്. 12 മങ്കി വൺ ഓഫ് ദ ഫൈനസ്റ്റ് ടൈം ട്രാവൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സയൻസ് ഫിക്ഷൻ സിനിമേൻ്റെ ഒരു കംപ്ലീറ്റ് വേർഷൻ എന്നൊക്കെ പറയാം. ഈ 12 മങ്കിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് 12 മങ്കീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് വരുന്നുണ്ട്. ആ സീരീസിൽ ഈ 12 മങ്കീനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. 12 മങ്കി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു സ്കൈഫൈ സയൻസ് ഫിക്ഷൻ രീതിയിലുള്ളൊരു ചിത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. 1995 ഈ ഒരു 12 മങ്കി എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. ആമസോൺ പ്രൈം വീഡിയോയിലാണ് 12 മങ്കീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു 90s ഒക്കെ എനിക്ക് ഓക്കെയാണ്. പക്ഷെ നേരെ മറിച്ച് അതിൻ്റെ മുന്നോട്ടേക്ക് ഒരു സിനിമ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മടിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരുപാട് പേരുടെ പ്രഷർ കാരണം ഒരു സിനിമ എന്നോട് പറഞ്ഞു, നീ ഒരു 10 മിനിറ്റ് കണ്ടിട്ട് നിനക്ക് വർക്കായിട്ടില്ലെങ്കിൽ പരിപാടി നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് 1957 പുറത്തിറങ്ങിയിട്ടുള്ള 12 ആംഗ്രി മാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കണ്ടു. ഒരു 12 പേര്, ഒരു കേസന്വേഷണം, ഒരു മുറി, ഇതിൻ്റെ ഉള്ളിൽ അവരുടെ സംഭാഷണം മാത്രമാണ് സിനിമയിലുള്ളത്. എൻ്റെ സാറേ, ആ സാധനം കണ്ടിട്ടുണ്ടല്ലോ, ഇതെൻ്റെ തമ്മിലുള്ള സാധനമാണല്ലോ. ഈ ഒരു അവസ്ഥയായിരുന്നു എൻ്റെത്. ഞെട്ടിപ്പോവാന്ന് പറഞ്ഞാൽ 12 ആംഗ്രി മാൻ എന്ന് പറയുന്നത് പ്യുവർ ക്ലാസിക്കാണ്. അപ്പോൾ ഇയറും ബ്ലാക്ക് ആൻഡ് വൈറ്റും പ്രശ്നം വെച്ച് എന്നെപ്പോലെ നിങ്ങളത് കാണാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ 100% ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ മിസ് ചെയ്യുന്നത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എന്താണെങ്കിലും കണ്ടു നോക്കുക. സിനിമാ സ്നേഹികൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സിനിമ തന്നെയാണ് 12 ആംഗ്രി മാൻ. നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമായിട്ടുള്ള കഥ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു റോബോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സാധനമാണ്. അവസാനം 3 ആളും കൂടി കളിക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ഭയങ്കര ഫ്യൂ കഥാപാത്രങ്ങൾ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. വളരെ രസത്തിൽ
എനിക്ക് തോന്നുന്നു ഒരു ലൊക്കേഷനിൽ തന്നെ വരുന്നൊരു സാധനം. ഒരുപാട് വർഷം മുമ്പാട്ടോ കാണുന്നത്. പക്ഷേ എനിക്ക് ഇന്നും ആ ഒരു എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളൊരു സിനിമയാണ് ഈ ഒരു സാധനം. അപ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ കാറ്റഗറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണും ചിമ്പി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കിടിലൻ സിനിമ തന്നെയാണിത്. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മെൻഷൻ കാറ്റഗറിയിൽ പുതിയൊരു സിനിമയും കൂടിയുണ്ട്, ഡ്രൈവ് എന്ന് പറയുന്ന സിനിമ. നമ്മുടെ രണം ഒക്കെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വന്നതായിരുന്നു. പക്ഷേ എനിക്ക് ഡ്രൈവ് അത്ര അങ്ങോട്ട് വർക്കായിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഒരുപാട് ഫാൻ ബേസും ഒരുപാട് പേര് ഡ്രൈവ് വർക്കായിട്ടില്ല എന്ന് പറഞ്ഞ് അടിക്കാൻ വരുന്ന ആളുകളൊക്കെ ഉള്ളൊരു സിനിമയാണിത്. അത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ് ഡ്രൈവ്. അപ്പോൾ ഡ്രൈവ് ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കണ്ടു നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് വർക്കാവും. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാടായി ക്യാമറ ഓഫ് ആറാറായി. ഞാൻ ഒരുപാട് സിനിമകൾ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിനോടൊപ്പം തന്നെ അടുത്ത വീഡിയോ ഏത് ജോണർ ബേസ് ആയിട്ടാണ് വേണ്ടത്, പിന്നെ ഞാൻ വിട്ടുപോയ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അത് ഒരുപാട് പേർക്ക് കാണാത്ത സിനിമകൾ കൂടുതൽ പരിചയപ്പെടുത്തലും കൂടിയാണ്. അപ്പോൾ ഓരോരുത്തർ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ ഇതുവരെ കണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. പക്ഷേ നിങ്ങൾ ഒരു കമൻ്റായിട്ട് അത് ഇടുന്ന സമയത്ത് അത് എനിക്ക് ഹെൽപ്പ് ആവും, അത് എനിക്ക് കാണാൻ ഉപകാരപ്പെടും, നമ്മുടെ ഓഡിയൻസിന് അത് കാണാൻ ഉപകാരപ്പെടും, കമ്മ്യൂണിറ്റി വളരും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉടനെ കാണാം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യട്ടോ. നിങ്ങൾ ഇതുവരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പോൾ RGP ഡയറീസ് എന്ന് പറഞ്ഞിട്ടൊന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ സീ യു സൂൺ, ബൈ, ടാറ്റാ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോ ഇതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ വീഡിയോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ട് നോക്ക്. ഇഷ്ടപ്പെട്ടാലോ, നല്ല പടങ്ങളാണ്, നല്ല കണ്ടൻറ്റുകളാണ്. അപ്പോൾ സീ യു സൂൺ, ബൈ.